നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. ലാസ് പാൽമസ് ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് മത്സരത്തിൽ നേടിയിട്ടുള്ളത്. ആദ്യം ലാസ് പാൽമസ് ആണ് ലീഡ് എടുത്തത്. പിന്നീട് രണ്ടാം പകുതിയിൽ പെനാൽറ്റിയിലൂടെ റയൽ മാഡ്രിഡ് സമനില നേടിയെടുക്കുകയായിരുന്നു. മത്സരത്തിൽ റയൽ ഗോളടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ഇതേക്കുറിച്ച് റയലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ മോശം പ്രകടനത്തിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. ടീമിന് ഇപ്പോൾ ബാലൻസ് ഇല്ല, അത് നഷ്ടമായിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങളുടെ ആദ്യ പകുതി മോശമായിരുന്നു. ഗോൾ കണ്ടെത്താൻ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു. ഞങ്ങൾ മത്സരത്തിൽ ബുദ്ധിമുട്ടി എന്നുള്ളത് ഒരു വസ്തുതയാണ്. ടീം സന്തുലിതമായിരുന്നില്ല. ടീമിന് ബാലൻസ് ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട്. അതിവേഗത്തിലുള്ള മുന്നേറ്റങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല. ബോൾ തിരികെ പിടിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ടീമിനകത്ത് യാതൊരുവിധ ഇമ്പ്രൂവ്മെൻറ്റും സംഭവിച്ചിട്ടില്ല എന്നത് വ്യക്തമായിട്ടുണ്ട്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആ ഒരു സോളിഡിറ്റി ഇത്തവണ കണ്ടെത്താൻ കഴിയുന്നില്ല. ഞങ്ങൾ ഒരിക്കലും ഇത് ന്യായീകരിക്കില്ല. എത്രയും പെട്ടെന്ന് പുരോഗതി പ്രാപിക്കേണ്ടതുണ്ട്. എനിക്ക് വളരെ വ്യക്തമായ സ്ട്രാറ്റജി ഉണ്ട്, പക്ഷേ കളിക്കളത്തിൽ അത് വർക്കാകുന്നില്ല. ഞങ്ങൾ നല്ല രൂപത്തിലല്ല മുന്നോട്ട് പോകുന്നത് എന്നത് ഈ 3 മത്സരങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് വ്യക്തമായിട്ടുണ്ട്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ പരിഹാരം കാണും. ഈ മോശം പ്രകടനത്തിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ഇതാണ് കാർലോ ആഞ്ചലോട്ടി മത്സരശേഷം പറഞ്ഞിട്ടുള്ളത്. ലാലിഗയിൽ 3 മത്സരങ്ങളാണ് റയൽ മാഡ്രിഡ് കളിച്ചിട്ടുള്ളത്. അതിൽ 2 മത്സരങ്ങളിലും അവർ സമനില വഴങ്ങുകയായിരുന്നു. 4 പോയിന്റുകൾ ഇതിനോടകം തന്നെ ഡ്രോപ്പ് ചെയ്ത റയൽ മാഡ്രിഡ് നിലവിൽ പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്താണ്. ഇനി അടുത്ത മത്സരത്തിൽ റയൽ ബെറ്റിസ് ആണ് അവരുടെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.